ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വർഷത്തെ +1 ആപ്ലിക്കേഷൻസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം 25-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് +1 അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. 25/5/2024 വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +1 ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ്റെ വെബ്സൈറ്റ് ഗേറ്റ്വേ ആയിട്ടുള്ള www.admission.dge.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. അതിനുശേഷം അവിടെ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്നുള്ളൊരു ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ കയറിയ ശേഷം ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിലൂടെ കയറിയിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അപ്പോഴൊരു സ്ക്രീൻ ഓപ്പൺ ആവും. അവിടെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ജില്ല തിരഞ്ഞെടുക്കുക. നിങ്ങൾ കണ്ണൂർ ജില്ലയാണെങ്കിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജ് ഓപ്പൺ ആവുന്നതാണ്. അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതായത് SSLC പാസ്സായ വർഷം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തം നമ്പറോ അല്ലെങ്കിൽ പാരൻസിൻ്റെ നമ്പറൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിലേക്കൊരു OTP വരുന്നതാണ്. ഇതിലാദ്യം കൊടുക്കാനുള്ളത് SSLCയുടെ സ്കീമാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങൾ ഏത് സ്കീമാണോ, നിങ്ങൾ ICSE സിലബസ് ആണോ, CBSE ആണോ, അങ്ങനെ ഏതാണോ എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഈ ഡാറ്റ എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത ശേഷം മൊബൈൽ നമ്പറും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റർ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പാസ്വേഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പേജ് വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ്റെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് കൊടുത്ത ശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് നിങ്ങളെ കാണിക്കും. ഇനി മുതൽ അലോട്ട്മെൻ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നമ്പറും നേരത്തെ കൊടുത്തിട്ടുള്ള ഈ പാസ്വേഡും നിങ്ങളുടെ ജില്ലയും നൽകിയിട്ടാണ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുക. കാരണം നിങ്ങൾക്കിത് ഇനിയും ആവശ്യമുണ്ടാവും. ഇനി കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ അപേക്ഷ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുക്കുക. ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ്, നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ആവും. അതിനുശേഷം അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിനൊക്കെ ഓപ്പൺ ആയി. ഇനി നമ്മൾ ആപ്ലിക്കേഷൻസ് നൽകുകയാണ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ SSLC പഠിച്ച സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ SSLC പഠിച്ച സ്കൂളിൽ തന്നെയാണ് +2 എടുക്കുന്നതെങ്കിൽ സ്കൂളുകളുടെ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ സ്കൂൾ സെലക്ട് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ അതേഴ്സ് തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് കൊടുക്കാനുള്ളത് നിങ്ങളുടെ SSLC എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. SSLC പാസ്സായിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യന് യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് കൂടി കൊടുക്കാനുണ്ട്. അതായത് നിങ്ങളുടെ ജെൻഡർ, കാസ്റ്റ്, കാറ്റഗറി അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് വേണം എൻ്റർ ചെയ്യാനായിട്ട്. പേരൊക്കെ കൊടുക്കുന്ന സമയത്ത് SSLC ബുക്കിലുള്ള പോലെ കറക്റ്റായിട്ട് കൊടുക്കണം. പേര് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളതൊക്കെ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ കാസ്റ്റ് ഏതാണ്, കമ്മ്യൂണിറ്റി OEC കമ്മ്യൂണിറ്റി ആണോ, അതേപോലെ തന്നെ നിങ്ങളുടെ റിലീജിയൻ ക്രിസ്ത്യൻ ആണോ, ഹിന്ദു ആണോ, മുസ്ലിം ആണോ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം കറക്റ്റായിട്ട് വേണം കൊടുക്കാൻ. തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ കറക്റ്റായിട്ട് വേണം കൊടുക്കാൻ. ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഗാർഡിയൻ്റെ പേര്, അവരുടെ ആധാർ നമ്പർ, ഇതെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും മൈനോറിറ്റി ഗ്രൂപ്പിലാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ല, താലൂക്ക്, പഞ്ചായത്ത് ഈ കാര്യങ്ങൾ എൻ്റർ ചെയ്യാനുള്ള സമയമാണ്. ഇത് വളരെ കറക്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. കാരണം ജില്ല, പഞ്ചായത്ത് ഇതിനൊക്കെ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ
ഒരു ജില്ലയിലാണ്, ആ ജില്ലയിൽ തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിലെ തന്നെ സ്കൂളാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബോണസ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേഗം കിട്ടാനൊക്കെ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. ഇനി ഇതിലെന്തെങ്കിലും തെറ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ക്യാൻസലായി പോകും. അപ്പോൾ ആദ്യം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് കേരള, അതിനുശേഷം ജില്ല, അതിനുശേഷം താലൂക്ക്, പിന്നെ പഞ്ചായത്ത്. ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് കൊടുക്കാനുള്ള നിങ്ങളുടെ അഡ്രസ്സാണ്. നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ്, പിൻകോഡ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ഇതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും ബോണസ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. അതായത് നിങ്ങൾക്ക് കൈറ്റ്സ് അല്ലെങ്കിൽ സ്പോർട്സ്, ആർട്സ്, അങ്ങനെ എന്തെങ്കിലും ബോണസ് പോയിന്റ് കിട്ടാനുണ്ടെങ്കിൽ അതിവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. പിന്നെയുള്ള കുറേ പേജ് ഗ്രേസ് മാർക്കിൻ്റെയും ബോണസ് പോയിൻറ്റിൻ്റെ ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഉള്ളവർ അതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾ ഏത് കോഴ്സാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏത് സ്കൂളാണോ സെലക്ട് ചെയ്യുന്നത്, ഇത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ അവിടെ സ്കൂളിൻ്റെ കോഡും ഏത് കോഴ്സാണോ എടുക്കുന്നത് അതിൻ്റെ കോഡും കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഓപ്ഷൻസ് ചേർക്കാവുന്നതാണ്. 1-2 ഓപ്ഷൻ മാത്രമായിട്ട് കൊടുക്കരുത്. മാക്സിമം ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും തന്നെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുക. ആവശ്യമുള്ള അത്രയും ഓപ്ഷൻസ് കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോയിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.